സിസ്റ്ററിന്റെ കേസ് പാമ്പ് കടിച്ചത് സാറേ. സാർ പാമ്പിനെ കാണുന്നില്ല. സാർ ഇതുപോലെ ശരിക്കും പാമ്പിനെ കൊണ്ടുവരേണ്ടതുണ്ടോ? വേണ്ടതില്ല. കാരണം നമ്മുടെ ചികിത്സ പ്രധാനമായിട്ടും ലക്ഷണങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. കടിച്ച പാമ്പ് ഏത് തന്നെ ആയാലും നമുക്കുള്ള മറുമരുന്ന് ഒന്ന് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പാമ്പുകളെ പോയി പിടിക്കുക, അവയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരിക എന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. ഡോക്ടർ, ഈ കടിച്ച പാമ്പിനെ തന്നെ തിരിച്ച് കടിക്കുക, അല്ലെങ്കിൽ അതിനെ കൊണ്ട് തന്നെ തിരിച്ച് കടിപ്പിക്കുക, അല്ലെങ്കിൽ ആ കടിച്ച ഭാഗത്ത് മഞ്ഞൾ, ചാണകം പോലുള്ള വസ്തുക്കൾ പുരട്ടുക, ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുള്ളതാണോ? ഇവയെല്ലാം പൂർണ്ണമായിട്ടും തെറ്റായ രീതികൾ തന്നെയാണ്. സാർ ഇത്തരം സാഹചര്യങ്ങളിൽ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ് നൽകേണ്ടത്? പാമ്പ് കടി ഏറ്റാളെ കൂടുതൽ പേടിപ്പിക്കാണ്ടിരിക്കുക, അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റ ഭാഗം അനങ്ങാണ്ട് സൂക്ഷിക്കുക. ഇവരെത്രയും പെട്ടെന്ന് തന്നെ മറുമരുന്ന് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. ഡോക്ടറെ, വിട്ടുപോയതാണോന്ന് അറിയില്ല, ഈ കടിച്ച ഭാഗത്തിന്റെ മേലെ കെട്ടുന്നതിനെ കുറിച്ച്. വിട്ടുപോയതല്ല, കാരണം കെട്ടണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്, ഒരിക്കലും ടൈറ്റായിട്ട് കെട്ടരുത്. പകരം ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് കെട്ടേണ്ടത്. കാരണം ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടുള്ള രക്തോട്ടം നിന്ന് പോകുവാനും ചിലപ്പോൾ ആ ഭാഗം തന്നെ മുറിച്ച് മാറ്റേണ്ടി വരാം.